നമസ്കാരം. അമേരിക്കൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ട്രംപിന് ഇറാൻ്റെ ഫോർദോ ആണവ കേന്ദ്രം തകർക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്നാണ് അമേരിക്ക പറഞ്ഞത്. ഇറാൻ്റെ ആണവശേഷി പൂർണ്ണമായും തകർത്തു, അവർ പതിറ്റാണ്ടുകൾ ഇക്കാര്യത്തിൽ പിന്നോട്ട് പോയി എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. പക്ഷേ ട്രംപിൻ്റെ ഈ അവകാശവാദത്തെ തള്ളുന്ന തരത്തിലാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരുന്നത്. ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് യാതൊരു തകരാറും വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രംപ് എന്തിന് കള്ളം പറഞ്ഞു? നമുക്കറിയാം, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ അമേരിക്കയ്ക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയുമില്ല. പക്ഷേ അങ്ങനെയൊന്ന് തങ്ങൾ ചെയ്തു എന്ന് ട്രംപ് എന്തിന് കള്ളം പറഞ്ഞു എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ട്രംപ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞതിന് കാരണമുണ്ട്. അതിൻ്റെ കാരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴാണ് ഈ യുദ്ധം തുടങ്ങിയത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണവ സമ്പുഷ്ടീകരണത്തെക്കുറിച്ച് ഏതാണ്ട് 5 റൗണ്ട് ചർച്ചകൾ അമേരിക്കയും ഇറാനും തമ്മിലുണ്ടായി. അതിൻ്റെ 6ാം ഘട്ട ചർച്ച നടക്കാനിരിക്കെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. നമുക്കറിയാം, ഈ ചർച്ചകളൊക്കെ ആരംഭിക്കുന്നത് ട്രംപിൻ്റെ ഇനിഷ്യേറ്റീവിലാണ്. ട്രംപാണ് ഇറാന് അങ്ങോട്ടൊരു എഴുത്തയച്ച് നമുക്കിതേക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞത്. പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പ് ട്രംപ് ഇറാൻ്റെയും റഷ്യയുടെയും ഒക്കെ ഉപരോധം നീക്കുന്നതിനെക്കുറിച്ച് സൂചന തന്നിരുന്നു. നമ്മൾ അവരെ കൊണ്ട് ഡോളർ ഉപയോഗിപ്പിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഡോളറിൻ്റെ കരുത്ത് കുറഞ്ഞു വരുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല. അപ്പോൾ ഇറാൻ്റെയും റഷ്യയുടെയും ഒക്കെ ഉപരോധം നീക്കാൻ ട്രംപിന് പ്ലാനുണ്ട് എന്നത് ഇസ്രയേലിനെ മുമ്പിൽ നിർത്തി കളിക്കുന്ന മാഫിയകൾക്കും വളരെ വലിയ ഒരു ഷോക്കായിപ്പോയി. അതങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നവർക്ക് നിർബന്ധമുണ്ട്. റഷ്യയ്ക്കും അവർ ഉപരോധം കൊണ്ടുവന്നത് റഷ്യയെ നിർബന്ധിച്ച് യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചിട്ടാണ്. അതേപോലെ തന്നെ ഇവിടെയും ഇറാൻ്റെ മേലുള്ള ഉപരോധം ചർച്ചകൾ വഴി തീർന്നാലോ എന്നുള്ള ഒരു ആശങ്ക മൂലം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ നെതന്യാഹു ഇറാനിലേക്ക് കയറി അവരെ ആക്രമിച്ചു. ഇത് ട്രംപിനെ വളരെയധികം പ്രകോപിപ്പിച്ച ഒരു കാര്യമാണ്. ട്രംപിൻ്റെ ഭരണകൂടം ഇറാൻ്റെ ഭരണകൂടവുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കെ അമേരിക്കയുടെ അനുമതിയില്ലാതെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് ട്രംപിനെ വളരെയധികം ചൊടിപ്പിച്ച ഒരു സംഭവമാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് തുറന്നു പറയാൻ പറ്റില്ല. കാരണം അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ലോകം നിയന്ത്രിക്കുന്ന നിരവധി യഹൂദ കോടീശ്വരന്മാരുണ്ട്. അവരെയൊക്കെ പിണക്കാനും മാത്രമല്ല, വർഷങ്ങളായിട്ട് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞുപോയി എന്ന് മറ്റുള്ളവരെ അറിയിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. അദ്ദേഹം ആ ദേഷ്യമൊക്കെ ഉള്ളിൽ ഒതുക്കിയിരുന്നു. തക്ക സമയത്ത് അതിന് പകരം ചെയ്യണമെന്നും അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അതുപോലെ യുദ്ധത്തിന് മുമ്പ് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടതാണ്. അദ്ദേഹം പ്രസിഡൻ്റായിട്ട് വന്ന സമയത്ത് പറഞ്ഞു, ഞാൻ ഇനിയും മറ്റു രാജ്യങ്ങളെ വെറുതെ അമേരിക്കക്കാരുടെ പണം എടുത്ത് കൊടുത്ത് സഹായിക്കില്ല. ഈ മറ്റു രാജ്യങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇസ്രായേലും ഉക്രൈനും ഒക്കെയാണ്. അതിൽ ഏറ്റവും പ്രധാന രാജ്യം ഇസ്രായേൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങൾ ഞാൻ നിർത്തും എന്ന് അദ്ദേഹം ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചാണ് പറഞ്ഞത്. അതുകൂടാതെ അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഗൾഫിൽ ഒരു വിസിറ്റിന് വന്നിരുന്നു. അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചു. പക്ഷേ അദ്ദേഹം ഇസ്രായേലിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ നെതന്യാഹുവുമായിട്ട് ട്രംപ് അകലുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതേസമയത്ത് തന്നെയാണ് അദ്ദേഹം ഇറാനുമായിട്ട് ചർച്ച നടത്തുന്നത്. ആ ചർച്ച പരാജയപ്പെടാൻ വേണ്ടിയാണ് നെതന്യാഹു അമേരിക്കയുടെ അനുവാദമില്ലാതെ ഇറാനിലേക്ക് കയറി ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ അവർക്കുണ്ടായിരുന്ന 1ാമത്തെ ലക്ഷ്യം ഞാൻ പറഞ്ഞു, ഉപരോധം മാറരുത് ഇറാൻ്റെ. 2ാമത്തെ ലക്ഷ്യം ഖമനേയിയുടെ സർക്കാരിനെ നിലംപതിപ്പിക്കണം. പകരം തങ്ങൾ പറയുന്നത് കേട്ടനുസരിക്കുന്ന ഒരു പാവ സർക്കാരിനെ, റേസ പഹ്ലാവി എന്ന് പറയുന്ന വിദ്വാനെ അവിടെ കൊണ്ടിരുത്തണം. അപ്പോൾ ഒരുപക്ഷെ റേസ പഹ്ലാവി ആയിരിക്കും നെതന്യാഹുവിന് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ അവിടെ കയറി ഇപ്പോൾ ഒരു ആക്രമണം നടത്തി അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെയും കുറേ പട്ടാളക്കാരെയും ഒക്കെ കൊന്നാൽ അവിടുത്തെ ജനങ്ങൾക്ക് ഈ സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെടും, അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാകും, അത് നമുക്ക് മുതലെടുക്കാം. അതുകൊണ്ട് അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പൊട്ടൻ നെതന്യാഹു യുദ്ധം തുടങ്ങിയ സമയത്ത് ഇറാനിലെ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളല്ല, നിങ്ങളുടെ സർക്കാരാണ്. ഈ സർക്കാരിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്.
ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെല്ലാം ഞങ്ങൾ മാറ്റും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നെതന്യാഹു അവരുടെ ചതിയിലൂടെ മൊസാദ് എന്ന് പറയുന്ന ചതിയൻ സംഘടനയിലെ ചില ആൾക്കാരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഇറാനിൽ കയറ്റി അവിടുത്തെ ജനറൽമാരെയും സയൻറ്റിസ്റ്റുകളെയും ഒക്കെ കൊലപ്പെടുത്തിയത്. പക്ഷേ ആ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഇറാൻ എന്താണ് ചെയ്തത്? ഇറാൻ തൽക്ഷണം തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങി. തൽക്ഷണം, അല്പം പോലും താമസിച്ചില്ല. തുടർന്ന് നമ്മൾ കാണുന്നത് ഇറാൻ ജനത ഒറ്റക്കെട്ടായിട്ട് അവിടുത്തെ സർക്കാരിൻ്റെ പിന്നിൽ അണിനിരക്കുന്നതാണ്. അതോടെ നെതന്യാഹുവിൻ്റെയും പഹ്ലാവിയുടെയും സ്വപ്നം പൊലിഞ്ഞു. ഖമനേയിക്കും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും പൂർണ്ണ പിന്തുണ ഇറാനിലെ മുഴുവൻ ജനതയും, അതായത് ഇറാനിലെ സർക്കാരിൻ്റെ ഭരണത്തോട് വിയോജിപ്പുള്ളവർ പോലും അതെല്ലാം മറന്ന് സർക്കാരിന് പിന്തുണ കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതോടെ നെതന്യാഹുവിൻ്റെയും പഹ്ലാവിയുടെയും സ്വപ്നം പൊലിഞ്ഞു. മറുഭാഗത്ത് ട്രംപ് ഇസ്രായേൽ ചെയ്ത പണിക്ക് ഒരു മറുപടി കൊടുക്കാനുള്ള അവസരം കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ട്രംപ് നോക്കിയപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യണ്ട, ഇറാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഇറാൻ ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ എടുത്തിട്ട് കിളയ്ക്കുകയായിരുന്നു. ഇസ്രായേലികൾ ലോകത്തിലേക്ക് ഏറ്റവും വലിയ കരുത്തുള്ള രാജ്യമെന്നൊക്കെ നമ്മുടെ നാട്ടിലെ പല വിദ്വാൻമാരും കൂടെ പറഞ്ഞുകൊണ്ടിരുന്ന രാജ്യത്തെ ആൾക്കാർ സ്വന്തം വീടുകളിൽ കഴിയാൻ പറ്റാതെ ബങ്കറുകളിലായിരുന്നു സ്ഥിരമായിട്ട്. അവർക്ക് പുറത്തിറങ്ങാൻ പേടിയായിരുന്നു. ടെഹ്റാനിലെ ആൾക്കാർ അവരുടെ വീട്ടിൽ ജീവിക്കുമ്പോൾ ഇസ്രായേലിലെ ആൾക്കാർ മുഴുവൻ ഭൂമിക്കടിയിലായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ നീണ്ടുപോയി കഴിഞ്ഞാൽ ഇസ്രായേൽ തവിട് പൊടിയാകുമെന്ന് ഇസ്രായേലിൽ ജീവിക്കുന്ന യഹൂദന്മാർക്കും മറ്റുള്ളവർക്കും മനസ്സിലായി. അവർക്ക് വേണ്ടപ്പെട്ട അവരുടെ അമേരിക്കയിലും മറ്റുമുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടത് ചെയ്യണം. നെതന്യാഹു ഇത്തരത്തിൽ പൊയ്ക്കൊണ്ടിരുന്നാൽ ഞങ്ങളുടെ എല്ലാം അവസ്ഥ കഷ്ടമാകും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. ഇറാൻ ശക്തമായിട്ടാണ് അടിക്കുന്നത്. ഇറാനെ തടയാൻ ഇവിടുത്തെ ആൻഡോമിനോ എയർ ഡിഫൻസിനോ ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ വേണ്ടപ്പെട്ടവരെ തീർച്ചയായിട്ടും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ട്രംപ് ഇടപെടാതെ മാറി നിന്നത് നെതന്യാഹുവിനെ കുറച്ച് തല്ല് കിട്ടിക്കോട്ടെ എന്ന കാര്യം തന്നെയാണ്. കാരണം അമേരിക്കയോട് ചോദിക്കാതെയാണ് ഇയാൾ അവിടെ കയറിയത്. അതുകൊണ്ട് ഇറാന്റെ അടി കണ്ടപ്പോൾ ട്രംപിന് ഇഷ്ടപ്പെട്ടു. നല്ലപോലെ അടിച്ചോട്ടെ എന്ന് തന്നെ ട്രംപ് കരുതി. ഇടയ്ക്ക് ഇസ്രായേല് യുദ്ധം ഏതാണ്ട് നിർത്തി പിൻവാങ്ങുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ ട്രംപിൻ്റെ മേലുണ്ടായ ഒരു സമ്മർദ്ദമാണ് എങ്ങനെയെങ്കിലും എന്തായാലും ശരി, ഇസ്രായേൽ അല്ലേ, നമ്മുടെ ആൾക്കാരല്ലേ, കുറേ കാലമൊക്കെ നമ്മളവരെ സഹായിച്ചതല്ലേ, എന്തെങ്കിലും ഒന്ന് ചെയ്ത് അവരുടെ മാനം രക്ഷിക്കണം. യുദ്ധക്കെടുതി മൂലം ആൾക്കാർ ദുരിതം അനുഭവിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ട്രംപ് ഇറാനെ മുൻകൂട്ടി അറിയിച്ചു, ഞങ്ങൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ പോവുകയാണ്. ഇതേക്കുറിച്ച് നമ്മൾ വാർത്ത കണ്ടതാണ്. ഞങ്ങൾ നിങ്ങളുടെ ആണവ നിലയങ്ങൾ ആക്രമിക്കും. അതേ തുടർന്ന് യുദ്ധം നിർത്തൽ ചെയ്യാൻ പോവുകയാണ്. ഇസ്രായേൽ അവരുടെ ലക്ഷ്യം നേടിയെന്ന് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ഡ്രാമ ആക്രമണം മാത്രം. അങ്ങനെ അമേരിക്ക ഫോർദോയിലും ഇസ്ഫഹാനിലും നതാൻസിലും ബോംബിട്ടു എന്ന് ഒരു വാർത്തയുണ്ടാക്കി. ശരിക്കും അവരവിടെ പോയി ബോംബിട്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. യാതൊരു വിധമായിട്ടുള്ള തെളിവുകളും നമ്മൾ കണ്ടിട്ടുമില്ല. കുറച്ച് ഉപഗ്രഹ ചിത്രങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് അതൊന്നും ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ആരെങ്കിലും പറയുകയാണ് അങ്ങനെയല്ല, അമേരിക്ക അവിടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടു എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ അമേരിക്ക ഇട്ടാൽ പോലും ഫോർദോ ആണവ നിലയത്തെ തകർക്കാൻ പറ്റില്ല. ഫോർദോയിലാണ് അവരുടെ പ്രധാന പ്രോസസ്സിംഗ് യൂണിറ്റ് ഉള്ളത്. ഈ ആണവ നിലയം മലകൾക്കിടയിലാണുള്ളത്. സാധാരണ മട്ടിൽ ഒരു ശക്തിയേറിയ ബങ്കർ ബസ്റ്റർ ബോംബിന്, ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് അങ്ങനെയാണ്, ഇതൊക്കെ അവകാശവാദങ്ങളാണ്, ശരിയാണോ തെറ്റാണോ ദൈവത്തിന് മാത്രമേ അറിയാവൂ. ആയുധമുണ്ടാക്കുന്ന കമ്പനികൾ ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കും. അപ്പോൾ ഏറ്റവും ശക്തിയേറിയ ഒരു ബങ്കർ ബസ്റ്റർ ബോംബ് ഏതാണ്ട് 60 മീറ്റർ, സാധാരണ മണ്ണിലൂടെ 60 മീറ്റർ ഭൂമിക്കിടയിലേക്ക് പോയി. പല കപ്പാസിറ്റിയുള്ള ബങ്കർ ബസ്റ്ററുകളുണ്ട്, ചെറുതുണ്ട് വലുതുണ്ട്, കോൺക്രീറ്റ് തുറക്കുന്നുണ്ട്, മണ്ണ് തുറക്കുന്നുണ്ട്, പല കപ്പാസിറ്റികളുണ്ട്. അതിൽ ഏറ്റവും ശക്തിയേറിയതിൻ്റെ കാര്യം പറയാം. അപ്പോൾ അത് ഒരു 60 മീറ്റർ മണ്ണിലൂടെ താഴേക്ക് പോയി അവിടെ ചെന്ന് എക്സ്പ്ലോഡ് ചെയ്യാൻ കഴിവുള്ളതാണ്. 60 മീറ്റർ. കോൺക്രീറ്റിലൂടെ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ടൊരു 18 മീറ്റർ വരെ ഇത് പോകുമെന്നാണ് പറയുന്നത്. കോൺക്രീറ്റിൻ്റെ മുകളിലേക്കാണ് ഈ ബങ്കർ ബസ്റ്റർ പതിക്കുന്നതെങ്കിൽ 18 മീറ്റർ വരെ അത് പോകുമെന്നാണ് അവരുടെ അവകാശവാദം. എന്നാൽ ഇറാൻ്റെ ഫോർദോയിലെ ആണവ നിലയം എന്ന് പറയുന്നത് പാറകളുടെ അടിയിലാണ്. ഏതാണ്ട് 80-90 മീറ്റർ പാറകൾക്ക് താഴെയാണ് അവരുടെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഈ പാറകളുടെ അടിയിൽ ശക്തിയേറിയ
കോൺക്രീറ്റ്, അതുകൂടാതെ സ്റ്റീലിൻ്റെ ഷീറ്റുകൾ, കട്ടിയുള്ള സ്റ്റീലിൻ്റെ ഷീറ്റുകൾ മുതലായവ കൊണ്ട് കവചം തീർത്ത് അതിൻ്റെ ഉള്ളിലാണ് അവർ അവരുടെ ആണവ നിലയം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ശക്തിയേറിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അവിടെ കിട്ടാലും, അതും വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട്. ഈ ബോംബ് വെറുതെ ഇട്ടാൽ പോരാ, അത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് തന്നെ ആക്രമിക്കണം. ഒന്നിലധികം ബങ്കർ ബസ്റ്ററുകൾ പിന്നാലെ, അതായത് അവരിടുന്ന അതേ സ്ഥലത്ത് തന്നെ തുടർച്ചയായിട്ട് നിരവധി ബങ്കർ ബസ്റ്ററുകൾ ഇട്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു ചെറിയ വ്യതിയാനമെങ്കിലും വരുത്താൻ പറ്റുകയുള്ളൂ. പക്ഷേ ഏറ്റവും ശക്തിയേറിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് കോൺക്രീറ്റിലൂടെ ഏതാണ്ട് 18 മീറ്റർ അല്ലെങ്കിൽ 20 മീറ്റർ മാത്രമേ പോകാൻ പറ്റൂവെങ്കിൽ 80-90 മീറ്റർ പാറയുടെ അടിയിൽ നിൽക്കുന്ന ഇറാന്റെ ആണവ നിലയത്തെ ഏത് രീതിയിലാണ് അതിന് തകർക്കാൻ പറ്റുക? ചിലർ പറഞ്ഞതുപോലെ ട്രംപ് അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാറകൾ അദ്ദേഹം പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ടാകും. ആണവ നിലയം അവിടെ തന്നെയുണ്ട്. അതുകൂടാതെ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, അമേരിക്ക ഇടപെട്ടാൽ, ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാൽ തങ്ങൾക്ക് പ്രശ്നമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇറാൻ ആൾറെഡി അതിന് ശക്തമായിട്ടുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം അവരവിടെ നിന്നും നീക്കിയിരുന്നു എന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവർ നീക്കിയെങ്കിൽ ആ യുറേനിയം അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. വീണ്ടും അവരത് ഈ ആണവ നിലയത്തിൽ കൊണ്ടുവന്ന് അവിടെ പ്രോസസ്സിംഗ് ആരംഭിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സംഭവം, അതായത് യുറാനിയം സമ്പുഷ്ടീകരണം, ഇറാന്റെ യുറാനിയം സമ്പുഷ്ടീകരണം തടസ്സപ്പെടുത്താനോ അവരുടെ ആണവ നിലയം തകർക്കാനോ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ട്രംപ് ഞങ്ങളത് തകർത്തു എന്ന് കള്ളം പറഞ്ഞത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇറാനോടുള്ള താല്പര്യം കൊണ്ടും നെതന്യാഹുവിനോടുള്ള വിരോധം കൊണ്ടുമാണ്. നെതന്യാഹു ട്രംപിന്റെ അനുമതിയില്ലാതെ ഇറാനിലേക്ക് കയറിയവരെ ആക്രമിച്ചത് മുതൽ ഇസ്രായേലിനിട്ട് പണി കൊടുക്കും എന്ന് ട്രംപ് തീരുമാനിച്ചിരുന്നു. നമ്മൾ ട്രംപിനെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ട് അദ്ദേഹത്തെ വിലയിരുത്തരുത്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളാണ് നോക്കേണ്ടത്. പല ആൾക്കാരും പറഞ്ഞാൽ അദ്ദേഹം ഒന്ന് പറഞ്ഞിട്ട് മറ്റൊന്നാണ് ചെയ്യുന്നത്. 2 ആഴ്ചയ്ക്ക് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു, എന്നിട്ട് 2 ദിവസം കൊണ്ട് തീരുമാനമെടുത്തു. ട്രംപിൻ്റെ തീരുമാനങ്ങൾ ഒരാൾക്കും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ ഇരിക്കുന്നത്. ആ ഇൻറ്റൻഷൻ എന്താണോ അത് നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കും. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി നോക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇറാനെ സഹായിച്ചുകൊണ്ട് ഇസ്രായേലിനിട്ട് വളരെ നൈസായിട്ട് ഒരു പണി കൊടുക്കുക മാത്രമാണ്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം നടക്കുന്നതിൽ ട്രംപിന് യാതൊരു വിരോധവുമില്ല. അത് നടന്നോട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെയൊരു കള്ളം പറഞ്ഞത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇറാന്റെ പക്ഷത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇറാനുമായിട്ടൊരു ബന്ധമുണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന് വിഘാതമായിട്ട് വന്നത് ഇസ്രായേലാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നേരിട്ടുള്ള എല്ലാ ആഘാതങ്ങളും ട്രംപിനെ സംബന്ധിച്ച് ഒരു നല്ല കാര്യം മാത്രമാണ്. അവസാനം അദ്ദേഹം ഇത് ചെയ്തത് ഇസ്രായേലിൻ്റെ ദുരവസ്ഥയിൽ നിന്നും, അതായത് ഇസ്രായേൽ പെട്ടിരിക്കുന്ന ആ അപമാനത്തിൽ നിന്നും അവർക്കൊരു താൽക്കാലിക രക്ഷ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഒപ്പം തന്നെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ തുടരാൻ വേണ്ടി കൂടിയാണ്. ചുരുക്കത്തിൽ ഇപ്പോൾ എൻ്റെ നിഗമനം വെച്ചിട്ട് ട്രംപ് നിൽക്കുന്നത് ഇറാൻ പക്ഷത്താണ്. ഇസ്രായേൽ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ പല വിധത്തിൽ. കാരണം അമേരിക്ക കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ നിലനിൽപ്പില്ലാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഏതാണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിപ്പെടുകയാണ്. തീർച്ചയായിട്ടും അവരെ പിന്തുണയ്ക്കാൻ ലോക കോടീശ്വരന്മാർ നിരവധിയുണ്ട്. എങ്കിലും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സപ്പോർട്ട് അവർക്കില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. ഇറാൻ്റെ കാര്യം അതല്ല. അവരാരുടെയും സപ്പോർട്ടില്ലാതെ ജീവിച്ച് കാണിച്ചവരാണ്, ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. താങ്ക് യു.